ഹായ് മക്കളെ, മൂന്നാം ക്ലാസ്സിൽ നിങ്ങൾ EVS പഠിച്ചപ്പോൾ ഏറ്റവും ആദ്യ പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ച ഒരു ചെറിയ ഭാഗമാണ് ഇന്നിവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മുകളിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചെടിയുടെ ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിലെ ഭാഗങ്ങൾ ഏതാണെന്നും അവരുടെ ഫംഗ്ഷൻ, അതായത് അവരുടെ ധർമ്മം ഏതാണെന്നുമാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? യെസ്, ഇതാണ് നമ്മുടെ റൂട്ട് അല്ലെങ്കിൽ വേരെന്ന് പറയുന്നത്. ഇത് നമ്മുടെ തണ്ട് അല്ലെങ്കിൽ സ്റ്റെം ആണ്, കാണ്ഡം എന്ന് നമ്മൾ പറയും. ഇത് നമ്മുടെ ഇലകൾ അല്ലെങ്കിൽ ലീവ്സ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ ധർമ്മങ്ങൾ കൂടി നമുക്കൊന്ന് അറിയണം. ഏറ്റവും ആദ്യം റൂട്ട് നോക്കാം. സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അതുപോലെ തന്നെ മണ്ണിൽ നിന്നും സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. ഇത് രണ്ടുമാണ് റൂട്ടിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. അതേപോലെ തന്നെ വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് ആരാണ്? തണ്ട് അല്ലെങ്കിൽ സ്റ്റെംസ് ആണ്, അല്ലെ? സ്റ്റെം ആണ്. അതേപോലെ തന്നെ സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ആരാണ്? നമ്മുടെ ലീവ്സ് ആണ്, അതായത് ഇലകളാണ്. അപ്പൊ ഇതേപോലെ തന്നെ സസ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അവയുടെ ഫങ്ഷൻസ്, അവയുടെ ധർമ്മങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകരിക്കാം. അതേപോലെ തന്നെ 3 നിന്ന് 4 പോകുമ്പോൾ നിങ്ങൾക്കായിട്ട് സ്ഥലം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് ആണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച്. അതാണ് നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച്. അപ്പോൾ പ്രാണ ബാച്ചിൽ നമ്മൾ അഡ്മിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സോ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഇതാ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വേഗം ഒന്ന് എൻക്വയറി നടത്തുക. ഇത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. 20-ാം തീയതിക്കുള്ളിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗീവ് അവേ ഓഫറും ഉണ്ട്. ഒരു സ്മാർട്ട് വാച്ച് ആണ്. നമ്മൾ വെക്കേഷനിൽ തന്നെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ 3-ാം ക്ലാസ്സിൽ നിന്ന് 4-ാം ക്ലാസ്സിലേക്ക് പോകുന്ന എല്ലാ ഫ്രണ്ട്സിനോടും വേഗം തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.